4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞ ആ ഒരു യുദ്ധ സാഹചര്യം ഇന്നിതാ 8ാം ദിനം പിന്നിട്ട് മുന്നോട്ടു പോവുകയാണ്. പശ്ചിമേഷ്യ ഇന്നും യുദ്ധമുനയിൽ തുടരുന്നു. ഇറാന് നേരെ ആക്രമണം കടുപ്പിക്കുന്ന ഇസ്രയേലിനെയാണ് നമുക്കിവിടെയും കാണുവാൻ സാധിക്കുന്നത്. ഇന്നലെ മാത്രം 45 പേരാണ് ലെബനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖുഷ്യം ദ്വീപിലെ ഇറാന്റെ ജലശുദ്ധീകരണ പ്ലാന്റ് US തകർത്തതായും 30 ഗ്രാമങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതായും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ശരണ്യ പൊയ്യേരി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഇസ്രയേൽ US ആക്രമണത്തെ ശക്തമായി ഇറാൻ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച, ആ ഒരു കാഴ്ചയിലാണ് ഇന്നിപ്പോൾ ഇതാ 8ാം ദിനത്തിലേക്ക് പശ്ചിമേഷ്യ കടക്കുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് ആശങ്ക ഉണർത്തുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ, ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇറാനെ തകർത്തേ തങ്ങൾ പിന്മാറൂ എന്ന് ആവർത്തിക്കുന്ന ട്രംപ് അവിടെ USന്റെ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അവിടുത്തെ ഇറാനിലെ സാധാരണക്കാരുടെ ജീവിതങ്ങൾ ഓരോന്നായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിത സാഹചര്യം ഇല്ലാതാവുകയാണ്. നോക്കൂ, അവരുടെ ജലശുദ്ധീകരണ പ്ലാന്റ് തകർക്കുന്നു, കൃഷിയിടങ്ങൾ തകർക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ തകർക്കുന്നു. അങ്ങനെ ആ ഒരു ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള USന്റെ ഇസ്രയേലിന്റെ ക്രൂരത 8ാം ദിനവും പിന്നിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നമുക്ക് ഏറ്റവും പുതുതായി ഈ ഒരു പശ്ചിമേഷ്യയിൽ നിന്നും ചേർത്ത് വെക്കുവാൻ സാധിക്കുന്ന പുതിയ വിവരങ്ങൾ? തീർച്ചയായും 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനെ കൂടുതൽ ആക്രമിക്കുക, എങ്ങനെയൊക്കെ ആക്രമിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ അവരെ ദ്രോഹിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് പോകുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ ഇന്നലെ മാത്രം ലെബനിൽ കൊല്ലപ്പെട്ടത് 45 പേരാണ്. അതുതന്നെ അവിടെയുള്ള കുടിവെള്ള പദ്ധതിയെ പോലും തകർക്കുന്ന രീതിയിൽ കാംഷി ദ്വീപിലെ ഇറാൻ്റെ ജലശുദ്ധീകരണ പ്ലാന്റായി തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. 30 ഗ്രാമങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഇതോടുകൂടി തടസ്സപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെ ഇറാനെ ദ്രോഹിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് US മാറുകയാണ്. ഒരു സമാധാന ചർച്ചയ്ക്ക് പോലും US തയ്യാറാവുന്നില്ല. വീണ്ടും യുദ്ധം മുന്നോട്ടേക്ക് പോവുക, യുദ്ധമുനയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പോകുന്നത്. ഇറാൻ്റെ തലവനെ അടക്കം വധിച്ചിട്ടും അവസാനിക്കാത്ത ക്രൂരതയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാവുന്നത്. തലവനെ മാത്രം വധിച്ചാൽ പോരാ, ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇറാൻ്റെ ഭരണം തന്നെ മാറ്റി തങ്ങളുടെ കൈവശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിരവധി ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ 8ാം ദിവസം എത്തി നിൽക്കുമ്പോഴും ഇതിനൊരു ശമനം ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വേദനയോടുകൂടി തന്നെ നമ്മൾ പറയുന്നത്. ഒരുപാട് പേരാണ് ഈ ഒരു 8 ദിവസം കൊണ്ട് മരണപ്പെട്ടത് അല്ലെങ്കിൽ വധിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു പ്രതിരോധം തീർക്കുക മാത്രമാണ് ഇറാൻ ചെയ്യുന്നത്. കാരണം തങ്ങൾക്ക് നേരെ ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ, ഇത്തരം ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കാര്യമാണ്. ആ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാൻ്റെ USA അടക്കം വ്യോമസേന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു മറ്റ് GCC രാജ്യങ്ങളിലൊന്നും തന്നെ തങ്ങളുടെ ആക്രമണം ഇനി ഉണ്ടാവുകയില്ല എന്നുള്ളത് കാര്യം തന്നെ അറിയിച്ചിരുന്നു. കാരണം മറ്റുള്ളവരെ ദ്രോഹിച്ചുള്ള ഒരു ജയവും അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തങ്ങളെ ദ്രോഹിക്കുന്ന ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും ഈ നിലപാടിനെ കൃത്യമായി എതിർക്കുകയും അതിനെതിരെ കൃത്യമായി പ്രതിരോധം തീർക്കുകയും മാത്രമാണ് ഇറാൻ അടക്കം ചെയ്യുന്നത്. അത് കൃത്യമായി ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒരു പ്രവർത്തനങ്ങളോട് കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഒരു മറുപടിയായി തന്നെയാണ് ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യങ്ങളിലടക്കം US സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രം ഇറാൻ നടത്തുകയും ചെയ്യുന്നത്. ഇനി മുതൽ അയൽരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകാത്ത പക്ഷം രാജ്യങ്ങൾക്ക് നേരെ യാതൊരുവിധ ആക്രമണങ്ങളും ഉണ്ടാകില്ല എന്ന് തന്നെ ഇന്നലെ അറിയിച്ചിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാട് തുടരുമെന്നും കൃത്യമായി ഇറാൻ അറിയിച്ചിട്ടുണ്ട്. കാരണം തങ്ങൾക്ക് നേരെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇറാൻ്റെ ആവശ്യമാണ്. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏതറ്റം വരെയും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പ്രവർത്തിക്കും. തങ്ങൾക്ക് നേരെ ഇത്തരം യുദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്കുമില്ലാതെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതിരോധ പ്രവർത്തനം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് അവിടെയുള്ള ഭരണാധികാരികൾ അറിയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് സിന്ധൂരി പറയാനുള്ളത്.
അതെ ശരണ്യ പറഞ്ഞതുപോലെ തന്നെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന ഏറ്റവും വലിയൊരു നിലപാടാണ് ഇന്ന് ഇറാൻ എടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഇറാന്റെ ഒരു സാഹചര്യം കൂടിയാണ് ലോകം മനസ്സിലാക്കേണ്ടത്. അവിടെ ഇറാൻ ആവർത്തിക്കുന്ന ഒരു കാര്യം, അയൽ രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കുന്നില്ല, പക്ഷേ ഒരിക്കലും അവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയൽ രാജ്യങ്ങളിൽ നിന്നും ഇറാനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായാൽ, മിസൈൽ ആക്രമണം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിൽ തങ്ങളൊരു തിരിച്ച് ആക്രമിക്കുകയുള്ളൂ. അവിടെ അതുമാത്രമല്ല, അവർ പറയുന്ന മറ്റൊരു കാര്യം, ഒരിക്കലും അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഒരു കയ്യാളായി അവർ പ്രവർത്തിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ഈ പുതിയ പ്രഖ്യാപനം എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട് അല്ലേ? തീർച്ചയായും സിന്ധൂരി, അത്തരം വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കുകൾ അടച്ചു പൂട്ടിയിരുന്നു. അതിന്റെ ഭാഗമായി എണ്ണ, വാതക കയറ്റുമതി അടക്കം തടസ്സപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ആഗോള വിപണിയെ തന്നെ ഇത് സ്ഥിരം ബാധിക്കുന്ന വിഷയം ഉണ്ടായിട്ട് പോലും അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട ഒരു ചർച്ചകളും നടത്താൻ തയ്യാറാവുന്നില്ല. ഇസ്രയേലിനെ ആക്രമിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലോക ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ് സിന്ധൂരി. ലോക ഐക്യരാഷ്ട്ര സംഘടന അമേരിക്കയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു മൗനം പാലിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ 8 ദിവസമായിട്ടും നമ്മൾ കണ്ടുവരുന്നത്. ഒരു സമാധാന ചർച്ചയ്ക്ക് ഈ രാജ്യങ്ങളെ വിളിച്ച് ഒരു സമാധാന ചർച്ച നടത്താനുള്ള ഒരു പ്രവർത്തനങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കൂടി വളരെ ഖേദകരമായി തന്നെ പറയുകയാണ്. ഈ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുണിസെഫിന്റെ ഇന്നത്തെ കഴിഞ്ഞ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാനിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 187 കുരുന്നുകളാണ്. അങ്ങനൊരു സംഖ്യ ഈ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഭാഗമായി യുണിസെഫ് പുറത്തുവിടുമ്പോഴും അതിനെതിരെ ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. പക്ഷെ അതിനോട് പോലും പ്രതികരിക്കാൻ ശരണ്യ പറഞ്ഞതുപോലെ തന്നെ UN തയ്യാറാവുന്നില്ല. UN നിഷ്ക്രിയരായി തുടരുകയാണ് ഈ 8ാം ദിനവും അല്ലേ? അതെ, തീർച്ചയായും സിന്ധൂരി, അത് തന്നെയാണ് പറഞ്ഞത്. ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ ചർച്ച നടത്തി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടിയിരുന്നത്. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ അടക്കം പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഐക്യരാഷ്ട്ര സംഘടന US-ന്റെ ട്രംപിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ മൗനം വചിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഐക്യരാഷ്ട്ര സംഘടന മാറുകയാണ്. ശരി ശരണ്യ.